ജർമ്മനിയിലേക്കുള്ള നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് ചാൻസസ് കുറഞ്ഞു വരുന്നുണ്ടോ? അല്ലെങ്കിൽ ഇനിയിപ്പോ 2024 അല്ലെങ്കിൽ 2025 ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു തുടങ്ങിയാൽ B2 വരെ കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും ചാൻസസ് എല്ലാം തീർന്നിട്ടുണ്ടാകുമോ? അതുമല്ലാന്നുണ്ടെങ്കിൽ ഈ വന്നതിന് ശേഷം 6 മാസത്തിനുള്ളിൽ സ്റ്റുഡൻസ് ഒരുപാട് പേര് പുറത്താക്കപ്പെടുന്നുണ്ട്, തിരിച്ച് നാട്ടിലേക്കും പോകേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. ഇതെല്ലാം അത്ര സുഖകരമായിട്ടുള്ള കാര്യങ്ങളല്ല. ഇപ്പോൾ നിങ്ങൾ നാട്ടിൽ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭാവിനെ കുറിച്ചിട്ട് ഇങ്ങനത്തെ കുറച്ച് ആശങ്കകളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു അവസ്ഥയല്ല ഇത്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എന്തുകൊണ്ട് ഈ ഒരു പ്രശ്നം ഇങ്ങനെ സംഭവിച്ചു, നിങ്ങൾക്ക് ഒരു ഹൗസ് ബിൽഡിംഗ് ചാൻസസിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, ലാംഗ്വേജ് പഠിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, എങ്ങനെ നിങ്ങളുടെ ചാൻസസ് ഒരു ഇന്റർവ്യൂവിൽ തന്നെ സക്സസ്ഫുൾ ആയിട്ട് ഒരു ചാൻസ് നേടിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടുമായിരിക്കും ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ജർമ്മൻ ഫീൽഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് കണക്കുകൾ പരിശോധിക്കാം. അതായത് ജർമ്മനിയിൽ ഹൗസ് ബിൽഡിംഗ് ചാൻസസ് എത്രമാത്രം ഇനി ഉണ്ടെന്നും എന്തുമാത്രം ഫാക്രാഫ്റ്റ് അല്ലെങ്കിൽ പ്രൊഫഷണൽസിന് ആവശ്യം ഉണ്ട് എന്നുള്ള ഒരു കണക്ക് നമ്മുടെ ജർമ്മൻ ഗവൺമെന്റും പിന്നെ സ്റ്റാറ്റിസ്റ്റിക്ക എന്ന് പറയുന്ന ഒരു ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്. അപ്പോൾ നമ്മൾക്ക് ഇവരുടെ കണക്കുകൾ ഒന്ന് പരിശോധിച്ചു നോക്കാം. ഇവിടെ കാണുന്നത് 2049 ആകുമ്പോഴേക്കും ഏകദേശം 7 ലക്ഷത്തോളം ചാൻസസ് ആയിരിക്കും ഹെൽത്ത് കെയറിൽ ഉണ്ടാവുക. ഇനി ഇവിടെ പറയുന്നത് 2023 ഏകദേശം 51,000 ചാൻസസുകൾ ഫില്ലാക്കാൻ സാധിച്ചിട്ടില്ല ഹെൽത്ത് കെയറിൽ. ഈ ബ്ലൂ കളറിൽ കാണുന്നത് വേക്കൻ്റ് ആയിട്ടുള്ള ഹൗസ് ബിൽഡിംഗ് ചാൻസസുകളും ഈ ബ്ലാക്ക് കളറിൽ കാണുന്നത് റിജക്ഷൻ കിട്ടിയ ആപ്ലിക്കൻസുമാണ്. അത് 2022 ശേഷം കൂടി വരുന്നുണ്ട്. ഈ കണക്കുകൾ എല്ലാം സൂചിപ്പിക്കുന്നത് ജർമ്മനിയിൽ ഇപ്പോഴും ഹെൽത്ത് കെയർ സെക്ടറിൽ ഫാക്രാഫ്റ്റ് മകൾ അല്ലെങ്കിൽ പ്രൊഫഷൻസിനെ കിട്ടാനായിട്ട് ഇല്ലാത്ത ഒരു അവസ്ഥ ഇപ്പോഴും ജർമ്മനിയിൽ ഉണ്ട്. ഇത് വരുന്നുള്ള വർഷങ്ങളിൽ കൂടുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അതായത് ഹൗസ് ബിൽഡിംഗ് ചാൻസസ് ഈ വരുന്ന വർഷങ്ങളിൽ കൂടുവാൻ മാത്രമേ സാധ്യത ഉള്ളൂ. അതല്ലാതെ ഇവിടെ ഹൗസ് ബിൽഡിംഗ് നിർത്തുകയോ കുറയുകയോ ചെയ്യുന്ന ഒരവസ്ഥ ഇല്ല. ഇതാണ് നമുക്ക് കണക്കുകൾ പറഞ്ഞു തരുന്നത്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ പരിശോധിക്കാം. അതായത് ഹന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഫാക്രാഫ്റ്റ് മാങ്കിൾ ഈ ഒരു പ്രശ്നം ഉള്ള അതേ വേറൊരു ഫീൽഡ് തന്നെയാണ് ഗാസ്ട്രോണമി അല്ലെങ്കിൽ ഹോട്ടൽ മാനേജ്മെന്റ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ഒരു ഫീൽഡിൽ ജോലി അന്വേഷിച്ച് നടക്കുകയും ആ ജോലിയിൽ ഒരു ഹൗസ് ബിൽഡിംഗ് ചാൻസ് കിട്ടാതെ പോകുന്ന ഒരു അവസ്ഥ ഈ വീഡിയോ കാണുകയാൽ നമുക്ക് മനസ്സിലാക്കാം. ഇത് ഒരു യൂറോപ്യൻ ആണ്. അപ്പോൾ ഈ ഒരു പെൺകുട്ടിക്ക് പോലും ഹൗസ് ബിൽഡിംഗ് ചാൻസസ് കുറഞ്ഞു വരുന്നു, അല്ലെങ്കിൽ ചാൻസസ് ഉണ്ടായിട്ടും റിജക്ഷൻ കിട്ടുന്നു. ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഹൗസ് ബിൽഡിംഗ് ചാൻസസ് ഒരുപാട് ഉണ്ട് എന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ക്വാളിറ്റി ഉള്ള ഒരു കാൻഡിഡേറ്റിന് മാത്രമാണ് ഈ ഒരു ഹൗസ് ബിൽഡിംഗ് ചാൻസസ് കിട്ടുന്നത്. ഇതിന് ഒരു കാരണം കഴിഞ്ഞ ഒരു 3-4-5 വർഷങ്ങൾക്ക് മുമ്പായിട്ട് ജർമ്മനി പ്രെഡിക്റ്റ് ചെയ്തതാണ് ഈ ഒരു പ്രശ്നം. അതായത് ഫാക്രാഫ്റ്റ് മാങ്കിൾ, ഞാൻ വീണ്ടും പറയുന്നു, പ്രൊഫഷണൽസിനെ കിട്ടാൻ പറ്റാത്ത ഒരു അവസ്ഥ, ഒരുപാട് തൊഴിലാളികളെ കിട്ടാൻ പറ്റാത്ത ഒരു അവസ്ഥ. ഈ ഒരു പ്രശ്നം വരുമെന്ന് ജർമ്മനി 4-5 വർഷങ്ങൾക്ക് മുമ്പേ പ്രെഡിക്റ്റ് ചെയ്തതായിരുന്നു. ആ ഒരു സമയം തൊട്ടിട്ട് തന്നെ ഒരുപാട് ആൾക്കാരെ ഹൗസ് ബിൽഡിംഗിലേക്ക് കൊണ്ടുവരികയും ഈ ഹൗസ് ബിൽഡിംഗിലേക്ക് വന്ന് കഴിഞ്ഞിട്ടുള്ള വ്യക്തികൾ ഒന്നെങ്കിൽ ഈ ഒരു ഫീൽഡിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടും ഈ ഫോറിൻ കൺട്രീസിൽ നിന്ന് വരുന്ന ആൾക്കാർ ലാംഗ്വേജ് അത്ര ഡെവലപ്പ് ആകാൻ പറ്റാത്തൊരവസ്ഥ, അവർക്ക് ജർമ്മനിയുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റാത്തൊരവസ്ഥ. ഈ ഒരു അവസ്ഥ കാരണം ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹൗസ് ബിൽഡിംഗ് ഇവിടെ സംഭവിക്കുന്നില്ല. അതായത് സ്റ്റുഡന്റിന്റെ ഭാഗത്ത് നിന്ന് 100% മോട്ടിവേഷനോ എഫേർട്ടോ കാണിക്കാതെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹൗസ് ബിൽഡിംഗ് ഈ ഒരു സാഹചര്യത്തിൽ തീരുന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് പൂർത്തിയാക്കാൻ പറ്റുന്നില്ല ഈ ഒരു ഹൗസ് ബിൽഡിംഗ്. അപ്പോൾ ഇങ്ങനത്തെയുള്ള ഒരു പ്രശ്നങ്ങൾ കാരണം ഈ വരുന്ന, അതായത് കഴിഞ്ഞ വർഷമോ അല്ലെങ്കിൽ ഈ അടുത്ത വർഷം തൊട്ടോ സംഭവിക്കാൻ വേണ്ടി പോകുന്നത് ഹൗസ് ബിൽഡിംഗ് ചാൻസസ് ഒരുപാട് ഉണ്ട് എന്നുണ്ടെങ്കിലും ഇതിന് പറ്റിയ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഈ ഒരു 3 വർഷം സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യും എന്നുറപ്പുള്ള കാൻഡിഡേറ്റ്സിനെയാണ് ഇപ്പോൾ ഹൗസ് ബിൽഡിങ്ങിനായി എംപ്ലോയേഴ്സ് നോക്കുന്നത് അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുവാനായിട്ട് സാധ്യത ഉള്ളത്. എന്തുകൊണ്ട് ഇപ്പോൾ ജർമ്മനിയിലെ എംപ്ലോയേഴ്സ് ഇത്രയും ടഫായിട്ടുള്ള അല്ലെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നോക്കിയിട്ട് മാത്രമാണ് ഒരു ഹൗസ് ബിൽഡിംഗ് കാൻഡിഡേറ്റിനെ തിരഞ്ഞെടുക്കുന്നത്? ഈ ഒരു അവസ്ഥയിലേക്ക് വരുവാനായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാരണമാണ് ഭാഷയുടെ അറിവില്ലായ്മ, അല്ലെങ്കിൽ വേണ്ടത്ര ജർമ്മൻ ഭാഷ പരിചയം ഇല്ലാത്ത ഒരു അവസ്ഥ. ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം കഴിഞ്ഞ 3-4 വർഷങ്ങളായിട്ട് B1 വെച്ചുകൊണ്ടിട്ട് ഒരുപാട് പേര് നഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിന് വേണ്ടി കയറി വരുന്നുണ്ട്. ഇവിടെ വന്നതിന് ശേഷം അവർക്ക് സ്കൂള്, എല്ലാവരുടെയും കാര്യമല്ല, ചിലവർക്ക്, ഞാനൊരു സാധാരണക്കാരനാണ്, ഈ അസാധാരണമായ ഭാഷ വളരെ പെട്ടെന്ന് തന്നെ ലാംഗ്വേജ് പഠിച്ചെടുക്കാൻ പറ്റും. കഴിവുള്ള ആൾക്കാർ 1% കുറവാണ്. അതുകൊണ്ടിട്ട് ഞാൻ സാധാരണക്കാർക്കെന്നുള്ള രീതിയിൽ പറയുകയാണ്. അതായത് B1 വെച്ചിട്ട് ഇവിടെ വന്നതിന് ശേഷം സ്കൂളിൽ
വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിലേക്കായിരിക്കും പോകുന്നത്. നമ്മുടെ ക്ലാസ്സിൽ നമുക്ക് ലാംഗ്വേജ് കുറവാണ് എന്ന് കരുതിക്കൊണ്ടിട്ട് നമ്മൾക്ക് വേണ്ടി മാത്രം ടീച്ചേഴ്സ് ഒരു കാരണവശാലും അവരുടെ ആ ഒരു ലെവല് താഴത്തേക്ക് കൊണ്ടുവരില്ല. മറിച്ച് അവര് ലാംഗ്വേജ് വളരെ ഉയർത്തി വെച്ചുകൊണ്ടിട്ട് നമ്മളെ ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവരാനായിട്ടായിരിക്കും ശ്രമിക്കുക. അതുകൊണ്ടിട്ട് തന്നെ ഈ ലാംഗ്വേജ് B1 വെച്ചുകൊണ്ട് വന്നിട്ട് സ്കൂളിലെ പെർഫോമൻസ് പതുക്കെ താഴ്ത്തോട്ട് വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹൗസ് ബിൽഡിംഗ് വരുമ്പോൾ തന്നെ നമ്മൾ ഹൗസ് ബിൽഡിംഗ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്കൂളിലായിരിക്കും വരുന്നത്. അപ്പോൾ ആദ്യത്തെ 6 മാസം ഒരു ട്രയൽ പീരീഡ് പോലെയാണ്. അതായത് നിങ്ങൾക്ക് കോൺട്രാക്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും സേഫ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഈ 6 മാസം നിങ്ങൾക്ക് വെറും 4 ആഴ്ചത്തെ നോട്ടീസ് പീരീഡിൽ എംപ്ലോയർക്ക് നിങ്ങളെ തിരിച്ച് നാട്ടിലേക്ക് അയക്കാം, അല്ലെങ്കിൽ ആ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഈ തുടക്കത്തെ 6 മാസം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ ഒരു 6 മാസത്തിലേക്ക് കുട്ടികൾ B1 വെച്ചിട്ട് ജർമ്മൻ ലാംഗ്വേജ് B1 ലെവൽ വെച്ചിട്ട് ഇങ്ങോട്ട് വരികയും ആ ഒരു പെർഫോമൻസ് ക്ലാസ്സിൽ കാണിക്കാതിരിക്കുകയും എക്സാമുകൾക്കും കാര്യങ്ങൾക്കും മാർക്സ് കുറവ് വരികയും ഈ ഒരു മാനസികാവസ്ഥ വെച്ചിട്ട് വർക്കിന് പോകുമ്പോൾ നമുക്ക് ഒരിക്കലും വളരെ ഹാപ്പി ആയിട്ട് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു അവസ്ഥയുമല്ല. പതുക്കെ ഇത് നമ്മളെ മാനസികാരോഗ്യങ്ങളെ ബാധിച്ചു തുടങ്ങുകയും നമ്മുടെ പെർഫോമൻസ് വർക്ക് പ്ലേസിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ സംഭവിക്കാൻ തുടങ്ങുന്നു. അതായത് കൊളീഗ്സുമായിട്ട് സംസാരിക്കുവാൻ ചിലപ്പോൾ പേടിയായിരിക്കാം, ചിലപ്പോൾ വേണ്ടത്ര ലാംഗ്വേജ് പരിചയം ഉണ്ടായിരിക്കില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് ഈ B1 വെച്ചിട്ട് വന്നു കഴിയുമ്പോൾ ഈ ഒരു അവസ്ഥയിലേക്കാണ് ഈ കുട്ടികൾ പോകുന്നത്. അല്ലെങ്കിൽ ഹൗസ് ബിൽഡിംഗിന് വേണ്ടി വരുന്ന എല്ലാവരും, കുട്ടികൾ മാത്രമല്ല എല്ലാവരും, ഇപ്പൊ 30 വയസ്സിന് മേലുള്ളവർക്കും ഹൗസ് ബിൽഡിംഗിന് വരാം. അപ്പൊ ഏതൊരു പ്രായക്കാർക്കാണെങ്കിലും ഈ ഒരു അവസ്ഥയിലേക്ക് പോകാനായിട്ടുള്ള ഒരു സാധ്യത ഉണ്ട്. ഈ ഏജൻസ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ്. അതോട് ഈ ഉണ്ടാവുന്ന പ്രശ്നങ്ങളിൽ കൊണ്ടിട്ട് തന്നെ ഈ എംപ്ലോയീസ് എടുക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് ഈ ഒരു തരത്തിലുള്ള കുട്ടികളെ നമുക്ക് ഇനി ആവശ്യമില്ല, നിങ്ങളുമായിട്ടുള്ള യാതൊരു തരത്തിലുള്ള കോപ്പറേഷനും ഞങ്ങൾക്ക് ആവശ്യമില്ല. ഇത് ബാധിക്കും നമ്മുടെ മൊത്തം കേരള സ്റ്റുഡൻസിനെയാണ്, അല്ലെങ്കിൽ കേരളത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഹൗസ് ബിൽഡിംഗിന് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കുട്ടികളെയാണ്. ഞാൻ നിങ്ങളോട് 2 നടന്ന സംഭവങ്ങൾ, അതായത് ട്രൂ സ്റ്റോറീസ് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, എൻ്റെ ഒരു ഫ്രണ്ടിന് ഹൗസ് ബിൽഡിംഗ് അവൻ കയറി വരികയും അവന് ഈ ഫീൽഡിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല, ജർമ്മനിലേക്ക് എങ്ങനെയെങ്കിലും വരണം എന്നുള്ള രീതിയിൽ B1 വെച്ചിട്ട് വരികയും ഇവിടുത്തെ വർക്ക് പെർഫോമൻസും സ്കൂൾ പെർഫോമൻസും അത്ര നല്ലതായിട്ടുള്ള രീതിയിലായിരുന്നില്ല. അവനെ പുറത്താക്കപ്പെടുകയും ചെയ്തു. പറഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല, കമ്മ്യൂണിക്കേഷൻ തീരെയില്ല, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. അവന്റെ സ്കില്ല് വേറെയാണ്, പക്ഷെ അവൻ എങ്ങനെയെങ്കിലും ജർമ്മനിയിൽ വരണം, B1 വെച്ചിട്ടൊക്കെ വരണം എന്നുള്ള രീതിയിൽ അവനോട് വന്നതാണ്. ഇത് അവനെ ഹൗസ് ബിൽഡിംഗിൽ നിന്ന് പുറത്താക്കി അവൻ തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയിലേക്കും എത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആ എംപ്ലോയർ, എനിക്ക് പരിചയമുള്ള ഒരു ഏജന്റ് ആണ് ഇത് ചെയ്തത്, ആ എംപ്ലോയർ ആ ഏജന്റിനോട് പറഞ്ഞത്, ഇനി കേരളത്തിൽ നിന്നുമുള്ള ഒരു കുട്ടികളെ ഞങ്ങൾക്ക് ആവശ്യമില്ല, ഇത് ഒരു വളരെ ഇങ്ങനെയാണ് ഒരു ക്യാരക്ടർ എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു 3 വർഷത്തെ ഹൗസ് ബിൽഡിംഗ് ഇത്ര സ്മാർട്ടായിട്ട് പുതിയൊരു കൺട്രിയിൽ ചെയ്യുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത് നടന്ന ഒരു ട്രൂ സ്റ്റോറിയാണിത്. ഒരു ഏജന്റ്, സ്റ്റുട്ട്ഗാർട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഏജന്റ് ആണിത്, ജർമ്മനിയിലുള്ള ഒരു ഏജന്റ് ആണ്. ഈ ജർമ്മനിയിലെ കുറച്ച് കുട്ടികളെ കൊണ്ടുവരികയും വിസ എങ്ങനെ കിട്ടി എന്നുള്ള കാര്യം ഇപ്പോഴും എനിക്ക് ക്ലിയർ ആയിട്ടില്ല. കാരണം ഈ കൊടുത്തിരിക്കുന്ന കോൺട്രാക്റ്റില് താമസിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ളത് അത് പ്രൊവൈഡ് ചെയ്തുകൊള്ളും എന്നുള്ള ഒരു സെപ്പറേറ്റ് പേപ്പർ, അതായത് എംപ്ലോയറിന്റെ അടുത്ത് നിന്നുള്ള ഒരു പേപ്പർ അല്ല, സെപ്പറേറ്റ് ഈ ഏജന്റിന്റെ പേരിൽ ഒരു പേപ്പർ അവിടെ കൊടുക്കുകയും അത് വെച്ചിട്ട് വിസ അപ്ലൈ ചെയ്ത് ഇവിടെ വരികയും ചെയ്തു. ഇവിടെ വന്നതിന് ശേഷമുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് Airbnb, അതായത് നമ്മുടെ നാട്ടിലുള്ള ഈ ഒരു ഹോസ്റ്റൽ പോലെയുള്ള ഒരു ഇതാണ്. അവിടെ 3 ദിവസത്തേക്ക് ഇങ്ങനെയുള്ള ഒരു Airbnb-യിൽ റൂം എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ കുട്ടികൾ തിരിച്ച് എംപ്ലോയറിന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അക്കോമഡേഷൻ തരുമെന്നാണല്ലോ പറഞ്ഞത്, ഞങ്ങൾക്ക് എങ്ങോട്ട് പോകണം എന്നറിയില്ല. അപ്പോൾ എംപ്ലോയർ തിരിച്ചു ചോദിച്ചത്, അത് നിങ്ങളുടെ ഏജന്റ് അല്ലേ ചെയ്തു തന്നത് എന്നുള്ള രീതിയിൽ. ഇവര് തിരിച്ച് ഏജന്റിനെ കോൺടാക്ട് ചെയ്തു. ഏജന്റ് പറഞ്ഞത്, ഞാൻ Airbnb-യിൽ റൂം എടുത്ത് വെച്ചിട്ടുണ്ട്, പേടിക്കേണ്ട ആവശ്യമില്ല, 3 ദിവസത്തേക്ക്. അതായത് ഒരു നൈറ്റിന് അവർ കൊടുത്തത് ഒരാള് 40 യൂറോ ആണ്. നിങ്ങൾക്ക് ഇന്നത്തെ റേറ്റ് വെച്ച് കണക്കൂട്ടി നോക്കാം എന്തുമാത്രം ഒരു തുകയാണെന്നുള്ളത്. വരുമ്പോൾ തന്നെ ആരും ഒരുപാട് പൈസ ആയിട്ടല്ല തുടക്കത്തെ മാസത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ഏജന്റ് കാരണം ഇങ്ങനെ ഒരു പ്രശ്നം ഒരു കുട്ടിക്കല്ല, ഏകദേശം 4 കുട്ടികളോളമായിരുന്നു ഈ ഒരു അവസ്ഥ. 2 തവണയായിട്ട്, ആദ്യത്തെ ഇൻടേക്കിൽ 2 കുട്ടികൾ വന്നു, പിന്നെ രണ്ടാമത്തെ ഇൻടേക്കിലും വീണ്ടും 2 കുട്ടികൾ. അപ്പോൾ വീണ്ടും ഈ ഒരു ഏജന്റ്, അവിടെ എനിക്ക് വർക്ക് ചെയ്യുന്ന ഒരു ഫ്രണ്ട് ഉണ്ട്, ആ ഫ്രണ്ട് എന്നോട് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം ഇവിടെ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ വരാൻ നേരത്തെ ഏജന്റ് ഒരുപാട് ട്രസ്റ്റ് ചെയ്യരുത്. കാരണം ഇപ്പോൾ എനിക്ക് വേണമെങ്കിലും ഒരാളെ ഇങ്ങോട്ട് കൊണ്ടുവരാം, അത്ര ഹൗസ് ബിൽഡിങ്ങിന് സ്വന്തമായിട്ട് അപ്ലൈ ചെയ്ത് വരിക എന്നുള്ളത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. എനിക്കും ഇപ്പോൾ സാധിക്കുന്നതാണ്. പക്ഷെ അക്കോമഡേഷൻ, കറക്റ്റ് സമയത്തുള്ള വിസ അപ്പോയിന്റ്മെന്റ്സ്, ഈ ഒരു കാര്യങ്ങൾ, കോൺട്രാക്ട് എടുത്തിട്ട് സ്കൂൾ അഡ്മിഷൻ, അനർക്കനു, ഇങ്ങനെയുള്ള കുറെ പ്രോസസ്സ് എല്ലാം ഉത്തരവാദിത്തോടുകൂടി ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. നമ്മൾ എന്തെങ്കിലും അശ്രദ്ധ കാണിച്ചാൽ ഒരാളുടെ ഭാവി വെച്ചിട്ടാണ് ഈ ഒരു പ്രശ്നത്തിലേക്ക്, ഒരാളുടെ ഭാവി വെച്ചിട്ടാണ് ഈ കളിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിലേക്ക്
ഈ ഏജന്റ് കൊണ്ടുവരുന്ന ഈ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥ. ഏറ്റവും അവസാനം സംഭവിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ എംപ്ലോയേഴ്സ് ഏജന്റ് വഴി ഹൗസ് ബിൽഡിങ്ങിന് വേണ്ടി കുട്ടികൾ എടുക്കുന്ന ഒരു അവസ്ഥ നിർത്തുകയാണ്. ഒരുപാട് ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഏജൻസി ഇപ്പോൾ കുറവാണ്. ഉണ്ടെങ്കിൽ തന്നെ ഒരുപാട് ടൈം ഡിലേ, പേപ്പർ വർക്ക്, ഒരുപാട് കാര്യങ്ങൾ ടൈം ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഏജൻസിനെ വിശ്വസിച്ചിട്ടുള്ള പരിപാടി പതുക്കെ എംപ്ലോയേഴ്സ് പതുക്കെ അതിൽ നിന്ന് പിന്മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. നേരിട്ട് അപ്ലൈ ചെയ്യണം എന്നുണ്ടെന്നാണെങ്കിൽ ഒരു തുടക്കക്കാർക്ക്, ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഇത്രമാത്രം പേപ്പർ വർക്ക്സ് ചെയ്തെടുക്കുവാനായിട്ട് ആദ്യം ബുദ്ധിമുട്ടായിരിക്കും. അത് ഇമ്പോസിബിൾ അല്ല, തീർച്ചയായിട്ടും അത് പോസിബിൾ ആണ്. പക്ഷെ നിങ്ങൾക്ക് കുറച്ച് ഭാഷ അറിഞ്ഞിരിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ സ്വന്തമായിട്ട് അപ്ലൈ ചെയ്ത് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ആണ് വരുന്നതെങ്കിൽ സ്റ്റുഡൻസിന് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടായിരിക്കും. അതായത് ആ എല്ലാ പേപ്പർ വർക്കും കറക്റ്റ് സമയത്ത് തീർത്തെടുക്കാൻ. അപ്പോൾ ഈ ഏജന്റ് വഴി, വീണ്ടും ഞാൻ പറയുന്നു, കേരള സ്റ്റുഡൻസിനെ വെച്ച് കാണുമ്പോൾ ഇതും ജനറലൈസ്ഡ് ആയിട്ട് കാണുകയും ഈ കേരള എന്നുള്ള കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഏജൻസി ആ ഒരു രീതിയിലേക്ക് പിന്മാറുകയും ചെയ്യുന്നു. ഇതും മറ്റൊരു പ്രശ്നം തന്നെയാണ്. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ കേരള എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ജർമ്മനിയിൽ എന്തുമാത്രം ഫേമസ് ആണ് എന്നുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് കാരണം ഹെൽത്ത് കെയർ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന 1970s തൊട്ടിട്ട് തന്നെ ജർമ്മനിയിലേക്ക് കേരളത്തിൽ നിന്നുള്ള നഴ്സുമാരും ഡോക്ടർമാരും എത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഹെൽത്ത് കെയർ സെക്ടറിൽ ഓൾമോസ്റ്റ് ഞാൻ കണ്ടതിൽ വെച്ചിട്ട് 90% ആൾക്കാർ കേരളത്തിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ കേരളത്തിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസ് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഹൗസ് ബിൽഡിംഗ് ചാൻസസിൽ എംപ്ലോയീസിന് വരുന്ന മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്, ഒരു ആപ്ലിക്കേഷൻ വരികയാണ്, അവരുടെ സ്ഥലം നോക്കുമ്പോൾ ഇന്ത്യ, സ്റ്റേറ്റ് നോക്കുമ്പോൾ കേരള. അപ്പോൾ അവർക്ക് ഉണ്ടാവുന്ന ഒരു ജനറലൈസ്ഡ് ഉള്ള ഒരു മാനസികാവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ നിന്ന് വരുന്ന കുട്ടികൾ കഴിഞ്ഞ 4-5 വർഷം വരെ അത്ര നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതൊരു ജനറലൈസ്ഡ് ഒപ്പീനിയനായി മാറുകയും നമ്മുടെ മൊത്തം ചാൻസസ്, ഹൗസ് ബിൽഡിങ്ങിന് വേണ്ടിയിട്ടുള്ള മൊത്തം ചാൻസസ് കുറഞ്ഞു വരികയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഈ ഒരു സാഹചര്യത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ ജർമ്മനിയിലേക്ക് വരാൻ വേണ്ടി ലാംഗ്വേജ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ B1 വെച്ച് വരുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ B2 കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് വരും. എക്സാം എഴുതണമെന്ന് ഞാൻ നിർബന്ധം പറയുന്നില്ല. കാരണം ചില സ്കൂളുകളും വർക്ക് ആർബൈറ്റ് അല്ലെങ്കിൽ എംപ്ലോയേഴ്സും B1 ലെവൽ സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ടിട്ട് നഴ്സിംഗിന് ഹൗസ് ബിൽഡിംഗ് എടുക്കാൻ തയ്യാറാണ്. പക്ഷേ ഇവരിവിടെ വന്നു കഴിയുമ്പോഴുള്ള പ്രശ്നങ്ങളെ കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതുകൊണ്ടിട്ട് തന്നെ നിങ്ങൾ B2 ലെവൽ മിനിമം കംപ്ലീറ്റ് ചെയ്തിട്ട് വരിക. എക്സാം എഴുതണമെന്ന് ഞാൻ പറയുന്നില്ല. മറിച്ച് B2 ലെവൽ ലാംഗ്വേജിന്റെ ആ ഒരു അറിവ് നിങ്ങൾക്ക് ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ് ആദ്യത്തെ 6 മാസത്തിൽ. രണ്ടാമത്തെ കാര്യം, ഏജന്റ് വഴിയാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലം, താമസിക്കുന്ന സ്ഥലം, നിങ്ങൾ പഠിക്കുന്ന സ്കൂൾ, ഈ ഒരു 3 സ്ഥലത്തിന്റെ ഡിസ്റ്റൻസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. താമസിക്കുന്ന സ്ഥലത്തിന്റെ കോൺട്രാക്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെക്ക് ചെയ്യുക, വായിച്ചു നോക്കുക. പേയ്മെന്റ്, വെക്കേഷൻ ഡേയ്സ്, ഇതൊക്കെ നിങ്ങൾ കോൺട്രാക്ട് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ വ്യക്തമായിട്ട് തന്നെ വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം സൈൻ ചെയ്യുക. മൂന്നാമത്തെ കാര്യം, ഹൗസ് ബിൽഡിംഗ് ചാൻസസ് ഒരുപാടുണ്ട്. അതുപോലെ തന്നെ എംപ്ലോയേഴ്സും നിങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തിയെ മാത്രമാണ് തിരഞ്ഞെടുക്കുന്നത്. അതേ സംഭവം നിങ്ങൾ തിരിച്ചും നിങ്ങളിൽ നിന്ന് തന്നെ ആവശ്യപ്പെടുക. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലം, നിങ്ങളുടെ ഫ്രണ്ട്സ് ഉള്ള സ്ഥലം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ലൊക്കാലിറ്റി അല്ലെങ്കിൽ സിറ്റിയോ അല്ലെങ്കിൽ ഒരു പ്രകൃതി നിറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമോ, അതുമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജർമ്മനിയിലെ ഏതെങ്കിലും ഫുട്ബോൾ ക്ലബിന്റെ തൊട്ടടുത്തുള്ള, അത് എന്തും ആയിക്കോട്ടെ, നിങ്ങളുടെ പ്രയോറിറ്റീസ് നിങ്ങളോട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ആ ഒരു രീതിയിലുള്ള കോൺട്രാക്റ്റുകൾ മാത്രം അക്സെപ്റ്റ് ചെയ്യുക. മറ്റൊരു കാര്യം അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്, ജർമ്മനിയിൽ എല്ലാ ഹെൽത്ത് കെയർ ഫീൽഡിലും കൊളീഗ്സിനെ ആവശ്യമുണ്ട്, ഹൗസ് ബിൽഡിംഗ് സ്റ്റുഡൻസിനെ ആവശ്യമുണ്ട്. അതുകൊണ്ടിട്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെക്ടർ, ഓൾഡ് ഏജ് ഹോമോ, ഹോസ്പിറ്റലോ, അല്ലെങ്കിൽ പാലിയാറ്റീവോ, അല്ലെങ്കിൽ ക്യാൻസർ ഡിപ്പാർട്ട്മെന്റോ, ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് മാത്രം ഒരു കോൺട്രാക്ട് നേടിയെടുക്കാൻ ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം, ആദ്യത്തെ 6 മാസമാണ് നിങ്ങളുടെ ഹൗസ് ബിൽഡിംഗിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സമയം. ഈ ആദ്യത്തെ 6 മാസത്തിൽ നിങ്ങളുടെ പെർഫോമൻസ് 100% തന്നെ കാണിക്കുക, മോട്ടിവേഷൻ കാണിക്കുക, ജർമ്മനിയിലേക്ക് ഇന്റഗ്രേഷൻ ചെയ്യാനായിട്ടുള്ള ആ ഒരു ഇൻട്രസ്റ്റ് കാണിക്കുക. നിങ്ങളുടെ പെർഫോമൻസ് സ്കൂളിലാണെങ്കിലും വർക്ക് പ്ലേസിലാണെങ്കിലും നിങ്ങൾ സ്വന്തം വീട്ടിലാണെങ്കിൽ പോലും ആ ഒരു നല്ല രീതിയിൽ പെർഫോമൻസ് കാണിച്ചു വെക്കുക. ഇവിടെ വരുമ്പോൾ തന്നെ പഠിച്ചു തുടങ്ങണം, ഭയങ്കര സ്മാർട്ട് ആയിരിക്കണം, ഇന്റലിജന്റ് ആയിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. വരുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജർമ്മനിയിലേക്ക് വന്നു, ഞാൻ B2 വരെ കഷ്ടപ്പെട്ട് പഠിച്ചു, ഇനി ഞാൻ ഫ്രീ ആണെന്നുള്ളൊരു മെന്റാലിറ്റിയിലേക്ക് പോകാതെ ആദ്യത്തെ ഒരു 6 മാസവും കൂടി നിങ്ങൾ കഷ്ടപ്പെടേണ്ടി വരും. എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യണം എന്നുള്ളത് മാത്രമാണ്. ഇപ്പോൾ ജർമ്മനിയിലേക്ക് വിസ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിക്കാതെ ഇനിയും ഒരു 6 മാസവും കൂടി ഞാൻ കുറച്ചും കൂടി കഠിനാധ്വാനം ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് ജർമ്മനിയിലേക്ക് വരിക. ഇനി ഇവിടം വരെ നിങ്ങൾ വീഡിയോ കണ്ട് വന്നിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനായിട്ടുള്ളത്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഹാപ്പിനെസ് ആണ്. നിങ്ങൾ ജർമ്മനിയിലേക്ക് വന്നത് കുറെ സ്വപ്നങ്ങളുമായിട്ടായിരിക്കാം. അതിന്റെ എല്ലാത്തിന്റെയും പുറകിൽ നിങ്ങൾക്ക് സന്തോഷമായിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. നിങ്ങളത് ഹാപ്പിനെസ് ഇല്ല, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ടാണ് കഷ്ടപ്പെടണം, എന്ത് തന്നെ ആയാലും ഹാപ്പിനെസ് ഇല്ലാതെ അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തം സന്തോഷം കണ്ടെത്താതെ ഒരിക്കലും നിങ്ങൾക്ക് ഏത് സ്ഥലത്താണെങ്കിലും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു
കരിയറോ ജീവിതമോ ഉണ്ടാകില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി തന്നെ ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടി തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യുക. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ 3 വർഷത്തെ ഹൗസ് ബിൽഡിങ്ങിൽ. സ്ട്രെസ്സുള്ള ഒരുപാട് സമയങ്ങൾ വരും. ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ കഴിയുമ്പോൾ എക്സാമിന്റെ സമയത്തൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള സമയങ്ങൾ വരും. അപ്പോൾ നിങ്ങൾ ആ തുടക്കത്തെ ആ ഒരു സമയത്ത് നല്ലൊരു ഹാപ്പിനെസ് ഉള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നല്ലൊരു മെന്റാലിറ്റി ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹൗസ് ബിൽഡിംഗ് 3 വർഷത്തേക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ നേടിയെടുക്കാനായിട്ട് സാധിക്കും.